അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. എല്ലാവർക്കും വീണ്ടും HP നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അബ്ബാസി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ബാസി കാലഘട്ടം എന്ന് പറയുന്ന വിശാലമായ ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ ധാരാളം വൈജ്ഞാനികപരമായിട്ടും അതുപോലെ സാഹിത്യപരമായിട്ടുമൊക്കെ സംഭാവനകൾ ലഭിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള അബുൽ അത്താഹിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്യാൻ കൂടി ഉണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ഇസ്മുഹു ഇസ്മായിൽ ബിൻ ഖാസിം. അബുൽ അത്തായ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഇസ്മായിൽ ബിൻ ഖാസിം എന്നാണ്. ഉലിദഫി ഐനുത്തംർ, ഇറാഖിലെ കർബല പ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഐനുത്തംർ എന്ന സ്ഥലത്തിലാണ് അബുൽ അത്തായ ജനിക്കുന്നത്. ഹിജറ വർഷം 130 ജനിച്ച് 218 മരിച്ചു. AD ആണെങ്കിൽ 748 ജനിച്ച് 825 അദ്ദേഹം വഫാത്താകുന്നത്. വനശഅ ബിൽ കൂഫത്തി അലാ സുനാഅത്തി അഹ്ലിഹി വകാനു ബാഅത ജിറാരിൻ ഫജഅല യസ്തനിഹ വയഹ്മിലുഹ ഫീ ഖഫസിൻ അലാ ലഹരിഹി മുൻതഖിലൻ ഫീ ശവാഇരിൽ കൂഫ യബീഉഹ. വനശഅ ബിൽ കൂഫ, അദ്ദേഹം കൂഫയിലാണ് വളർന്നത്. അലാ സുനാഅത്തി അഹ്ലിഹി, തൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ തൊഴിലായിക്കൊണ്ട്. അതെന്താ, അവർ ഈ പാത്രം അല്ലെ ഭരണി പാത്രങ്ങളൊക്കെ നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു. ആ ഒരു ജോലിയിലാണ് അദ്ദേഹവും വളർന്നിട്ടുള്ളത്. ഫജഅല യസ്തനിഹ, അങ്ങനെ അദ്ദേഹവും ആ ജിറാറൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. വയഹ്മിലുഹ ഫീ ഖഫസിൻ അലാ ലഹരിഹി, അങ്ങനെ വലിയൊരു പാത്രത്തിലാക്കി അല്ലെങ്കിൽ ഒരു കൊട്ടയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടിലാക്കിയിട്ട് ഇതെല്ലാം കൂടി ചുമന്നുകൊണ്ട് നടക്കും വിൽക്കാൻ വേണ്ടി. ഫീ ശവാഇരിൽ കൂഫ, കൂഫയിലെ അങ്ങാടികളിലൂടെ റോഡുകളിലൂടെ തൻ്റെ മുതുകിൽ ഈ ഒരു പാത്രങ്ങളെല്ലാം കൂടി ചുമന്നിട്ടുള്ള, ആ പാത്രങ്ങൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു കൂടുമായിട്ട് അത് വിൽക്കാൻ വേണ്ടി തൻ്റെ കുടുംബ തൊഴിലുമായിട്ട് അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടം. وكان يقول الشعر على سجيته من غير أن يجهد نفسه فيه حتى إنه كان يقول عن نفسه لو شئت أن أجعل كلامي كله شعرا لفعلت. വക്കാൻ യഖൂലു ഷിയർ അല സിജീതി, അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാലുള്ള ജന്മസിദ്ധിയാലുള്ള ആ കഴിവ് കൊണ്ടൊന്നും അദ്ദേഹം കവിത പറയുമായിരുന്നു. മിൻ ഗൈരി അൻ യജ്ഹദ നഫ്സുഹു ഫിഹി, തനിക്ക് പ്രത്യേക ഒരു അധ്വാനിച്ചല്ലെ കഷ്ടപ്പെട്ട് പറയുന്നൊരവസ്ഥയല്ല. അദ്ദേഹത്തിന് ജന്മവാസനയായിട്ട് തന്നെ വല്ലാതെ കവിത്വം ഉണ്ടായിരുന്നു. ഹത്താ ഇന്നഹു കാൻ യഖൂലു അൻ നഫ്സിഹി, തന്നെക്കുറിച്ച് സ്വയം അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ലൗ ഷീതു അൻ അജ്അല കലാമി കുല്ലഹു ഷിറൻ, ഞാൻ സംസാരിക്കുന്നത് മുഴുവനും കവിതയാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലഫഅൽതു, ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരം മുഴുവനും കവിതയാക്കാൻ പോലും ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്കതിന് സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത്രമാത്രം ജന്മസിദ്ധിയായിട്ട് തന്നെ അദ്ദേഹത്തിന് കവിതയിലുള്ള കഴിവ് ലഭിച്ചിരുന്നു. ثم قصد بغداد واتصل الخليفة المهدي فمدحه ونال بره. പിന്നീട് അദ്ദേഹം കൂഫയിൽ നിന്നും ബാഗ്ദാദിലേക്ക് പോവുകയും അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള മഹ്ദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തൊക്കെ മദ്ഹ് പറഞ്ഞുകൊണ്ട് കവിത എഴുതുകയും അദ്ദേഹത്തിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അബുൽ അത്തായ. وتعرف في قصره بجارية اسمها عتبة وأخذ يشببها في شعره فغضب المهدي لذلك وأمر بسجنه ثم أطلق سراحه. وتعرف في قصره, ആ മഹ്ദിയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ഈ അബുൽ അത്തായ പരിചയപ്പെട്ടു. ബിജാരിയത്തിൻ ഇസ്മുഹ ഉത്തുബ, ഉത്തുബ എന്ന് പേരുള്ള ഒരു അടിമ സ്ത്രീയെ, ഒരു ജാരിയത്തിനെ മഹ്ദിയുടെ കൊട്ടാരത്തിൽ വെച്ച് ഈ അബുൽ അത്തായ കാണാനും പരിചയപ്പെടാനും ഇടവരുകയും അഖദ യുശബ്ബിബ് ബിഹാ ഫീ ഷിഅരിഹി, അതിനുശേഷം തൻ്റെ കവിതയിലൂടെ ആ ഉതുബയെ വർണ്ണിച്ചുകൊണ്ട് കവിത എഴുതാനും അബുൽ അത്തായ തുടങ്ങി. ഫഗളിബൽ മഹ്ദിയു ലിദാലിക, ഈ ഉതുബയെ വർണ്ണിച്ചുകൊണ്ട് അബുൽ അത്താഹിയ കവിത എഴുതാൻ തുടങ്ങിയതോടുകൂടി മഹ്ദിക്ക് അബുൽ അത്താഹിയനോട് ദേഷ്യം വരികയും വഅമറ ബിസിജ്നിഹി, മഹ്ദി അബുൽ അത്താഹിയെ ജയിലിലടയ്ക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. സുമ്മ അത്ലക സറാഹു, പിന്നീട് മഹ്ദി അബുൽ അത്താഹിയനെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു. അപ്പോൾ ഉതുബ എന്നു പേരുള്ള ആ അടിമ സ്ത്രീയെ വർണ്ണിച്ച് കവിത എഴുതിയത് കാരണമായിട്ടാണ് മഹ്ദി അദ്ദേഹത്തെ അബുൽ അത്താഹിയെ ജയിലിലടയ്ക്കുന്നത്. വത്തസല ബിൽ ഹാദി സുമ്മ ബി ഹാറൂൻ റഷീദ് അഖീറൻ ലബിസ സൂഫ വതസവദ,
പിന്നീട് ഹാദിയുമായിട്ട് ബന്ധപ്പെടാൻ, അതുപോലെ ഹാറൂൺ റഷീദുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ഈ അബുൽ അത്തായിക്ക് കഴിഞ്ഞു. അവസാനം ലബിസ സൂഫ വ തസവ്വദ, അദ്ദേഹം പരുത്തി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ ഒരു പരിത്യാഗിയായി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് അബുൽ അത്തായിയ. لأبي العتاهية ديوان في الزهد جمعه في القرن الهادي عشر للميلادي أبو عمر يوسف. അബുൽ അത്തായിക്ക് സുഹദിലൊരു ദീവാനുണ്ട്. ആ ദീവാന് 11-ാം നൂറ്റാണ്ടിൽ അബൂ ഉമർ യൂസുഫ് എന്ന ആളാണ് അത് ജമ്മ് ചെയ്യുന്നത്. വലഹു ദീവാനുൻ ആഖർ ജമഅഹു അബു ലൂയിസ് ഷെയ്ഖു വ അലാഫഹു ഇലൽ അവലി വ തൊബഅഹു കാമിലൻ ഫി ബൈറൂത്ത് സന 1787 അൽ മീലാദിയ. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ദീവാനുണ്ട് അബുൽ അത്തായിയക്ക്. ലൂയിസ് ഷെയ്ഹോ, പിതാവ് ലൂയിസ് ഷെയ്ഹോ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ രണ്ടാമത്തെ ദീവാന് ജമ്മ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ജമ്മ് ചെയ്ത ദീവാൻ ആദ്യത്തെ സുഹദിൻ്റെ ദീവാനിലേക്ക് അത് ഒരുമിച്ച് കൂട്ടി അത് പൂർണ്ണമായിട്ട് 1887 ലെബനോനിലെ ബൈറൂത്തിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. وهكذا ففي شعر أبي العتاهية قسمان، القسم الأكبر يدور على الزهد، والقسم الآخر منظومات مختلفة في كل فنون المعاني من المديح والرثاء والهجاء وأوصاف وحكم وأمثال. وهكذا ففي شعر أبي العتاهية قسمان. അങ്ങനെ അബുൽ അത്തായിയുടെ ദീവാൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2 കിസ്മായിട്ടുണ്ട്. അൽ ഖിസ്മുൽ അക്ബറു യദൂറു അല സുഹദ്, പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ സുഹദുമായി ബന്ധപ്പെട്ട കവിതകളാണ് അബൂ ഉമർ യൂസുഫ് ഒരുമിച്ച് കൂട്ടിയത്. വൽ ഖിസ്മുൽ ആഖർ മൻലൂമാത്തുൻ മുഖ്തലിഫ ഫി കുല്ലി ഫുനൂനിൽ മആനി, ബാക്കിയുള്ള രണ്ടാമത്തെ ഭാഗം ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ്. അതിൽ മദീഹുണ്ട്, റിസാ ഉണ്ട്, ഹിജാ ഉണ്ട്, ഔസാഫ് ഉണ്ട്, ഹിക്കമ് അംസാലുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഭാഗമാണ് പിതാവ് ലൂയിസ് ഷെയ്ഖു ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് കൂട്ടി അവസാനം ഒറ്റ വോള്യമായിട്ട് ഒരു കോപ്പിയായിട്ട് ദീവാൻ പബ്ലിഷ് ചെയ്തതുകൊണ്ട് അബുൽ അത്തായിയുടെ ദീവാനിൽ 2 കിസ്മായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കിസ്മ് സുഹദിൽ പറയുന്ന വലിയൊരു ഭാഗവും, രണ്ടാമത്തത് എല്ലാ ഇനങ്ങളും കൂടി ചേർന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ഏരിയയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദീവാനുള്ളത്. وكان أبو العتاهية زعيم الشعر الزهدي وأول من فتح للشعراء باب الوعظ والزهد. അബുൽ അത്തായിയ സുഹദ് കവിതകളുടെ സഈമായിട്ട് നേതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. മാത്രമല്ല അവ്വലമൻ ഫതഹലി ശുഅറാ ബാബൽ വഅലി വസുഹദ്, വഅലിൻ്റെയും സുഹദിൻ്റെയും ഒക്കെ വാതായനങ്ങൾ ആദ്യമായിട്ട് കവികൾക്ക് തുറന്നുകൊടുത്ത അതിലേക്ക് പ്രവേശിച്ച വ്യക്തി കൂടിയാണ് അബുൽ അത്തായിയ. വഖാല അസ്മഈയു ഇന്ന ശിഅറ അബുൽ അത്തായിയ കസാഹത്തിൽ മുലൂക്കി യഖഉ ഫീഹൽ ജൗഹറു വദ്ദഹബു വത്തുറാബു വന്നവ. അസ്മഈ ഈ അബുൽ അത്തായിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ന ഷിഅറ അബുൽ അത്തായിയ, അബുൽ അത്തായിയുടെ കവിത എന്നുള്ളത് കസാഹത്തിൽ മുലൂക്ക്, തീർച്ചയായും ഒരു രാജാവിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ അങ്കണം പോലെയാണ്. യഖഉ ഫീഹൽ ജൗഹറു വദ്ദഹബു വത്തുറാബു വന്നവ, അതിൽ രത്നവും സ്വർണവും മണ്ണും കുരുകളും എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഉണ്ടാകുന്ന രൂപത്തിലുള്ള കവിതയാണ് അബുൽ അത്തായിയുടേത് എന്ന് അസ്മഈ പറഞ്ഞിട്ടുണ്ട്. ഇനി അബുൽ അത്തായിയുടെ ചില പ്രധാനപ്പെട്ട വരികളാണ്. പരീക്ഷകൾക്കൊക്കെ കവിതകൾ ചോദിച്ചുകൊണ്ട് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ടല്ലോ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ മർഉ ലം യുഅ്തിക് മിനൽ മാലി നഫ്സഹു തമല്ലകഹുൽ മാലുല്ലദീ ഹുവ മാലികു എന്ന് പറയുന്ന വരി. മറ്റൊരു വരിയാണ് വമദ്ദഹുറു യൗമൻ വാഹിദൻ ഫി ഇഖ്തിലാഫിഹി വമാ കുല്ലു അയ്യാമിൽ ഫതാ ബി സവാഇ വമാ ഹുവ ഇല്ലാ യൗമു ബുഅസിൻ വശിദ്ദത്തിൻ വയൗമു സുറൂരിൻ മർറതൻ വറഖാഇ. അബുൽ അത്തായിയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വരിയാണ് തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. നല്ല അർത്ഥവത്തായ വരികൾ, അങ്ങനെയുള്ള ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് അബുൽ അത്തായിയ.
അബ്ബാസി കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ കവിയായിട്ടുള്ള പലപ്പോഴും പരീക്ഷകൾക്ക് ചോദ്യം വരാറുള്ള അബുൽ അത്തായിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വ അഖ്തതിമു കലാമി ബിഹാദ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.